അപ്പം ഞങ്ങൾ ഇന്ന് നേരത്തെ പൂജയ്ക്ക് പോവുകയാണ്. അപ്പം മകൻ പകൽ പോയി സ്റ്റാളുകളൊക്കെ കണ്ടു വെച്ചിട്ട് വന്നതുകൊണ്ട് അവൻ വീട്ടിൽ ഈക്കപ്പുറത്ത് തരുന്നില്ല. അപ്പോൾ നേരത്തെ കാലത്തെ അവൻ പോകാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വേഗം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പം പിന്നീട് അവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞത് ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പകൽ വന്ന് ഇതൊക്കെ കണ്ടു വെച്ചുകൊണ്ട് അവൻ ഞങ്ങളെ നേരെ അങ്ങോട്ടാണ് വിളിക്കുന്നത് കേട്ടോ, സ്റ്റാളിൻ്റെ അടുത്തേക്ക്. അപ്പം നേരെ അവിടെ പോയി ഞങ്ങൾ അവിടം വരെയൊക്കെ പോയി തിരിച്ചു കേട്ടോ. അവനോട് പറഞ്ഞു പൂജയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടത്തേക്ക് പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞു, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് അവനെ നേരെ തിരിച്ച് ഞങ്ങൾ പൂജയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പൂജയുടെ അടുത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഇന്ന് പുറത്തു നിന്നൊക്കെ ആൾ വന്നിട്ടുണ്ട്, ഒരുപാട് തിക്കും തിരക്കും ഉണ്ട്. അപ്പം അവിടെ പൂജയുടെ അടുത്ത് ഒരുപാട് ലൈറ്റ് കൊണ്ടും അതുപോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് ഒരുപാട് അലങ്കരിച്ചിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് തന്നെ ദേവിയുടെ ഒക്കെ മുഖമറ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് കേട്ടോ ശരിക്കും ഇവിടെ പൂജ ആരംഭിച്ചത്. പൂജാരി ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ അവിടെ തോത് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ ഇപ്പോഴും പ്രസാദം കൊടുക്കുന്നിടത്തേക്ക് വന്നു കേട്ടോ. ചോറ് അതുപോലെ പുലിഹോര അതുപോലെ തന്നെ പുതിന ചോറ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ വന്ന് അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ സ്റ്റാളുകളൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ നേരെ പരിപാടിയുടെ അടുത്തേക്കാണ് പോയത്. അവിടെയും കുറച്ച് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട്. അപ്പം നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ചെറിയൊരു മഴ നേരത്തെ പെയ്ത് പോയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പം എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ട് അതിനുള്ള സെറ്റപ്പുമായിട്ടാണ് പോയത്. അപ്പം പിള്ളേരുടെ ഫാൻസി ഡ്രസ്സാണ് കേട്ടോ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പം പല ദൈവങ്ങളുടെയും ഫാൻസി ഡ്രസ്സാണ്. കൃഷ്ണനുണ്ട്, ഹനുമാനുണ്ട്, അതുപോലെ തന്നെ ദുർഗാദേവി, സരസ്വതി, അങ്ങനെ പല ദേവന്മാരുടെയും ഫാൻസി ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് കുട്ടികൾ സ്റ്റേജിൽ കളിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് നാളെയാണ് കൊടുക്കുക. അപ്പം ഇന്ന് മത്സരമാണ്. അപ്പം നാളെ വേറെയും മത്സരങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഇന്ന് സന്ധ്യ മുതലേ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴത്തേനും കുറച്ച് ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റേജിൽ പിള്ളേരിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ മക്കൾക്ക് അവിടെ ഇരുന്ന് തുള്ളണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അവരെങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തുകയാണ് അവിടെ. ചില കുട്ടികൾക്ക് നാണക്കേടൊന്നും ഇല്ലാതെ തന്നെ അവർ മൈക്കിലൂടെ തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചില കുട്ടികൾക്ക് ഭയങ്കര നാണക്കേടാണ്. ചില കുട്ടികൾ വന്നിട്ട് വെറുതെ നിന്നിട്ട് പോകുന്നുണ്ട്. അപ്പം എങ്ങനെയായാലും ചെറിയ കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് അത് ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടൈം പോകുന്നത് അറിയുന്നതേ ഇല്ല. അപ്പം ഏകദേശം ഒരു 10 മണിയായപ്പോൾ പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ സന്ധ്യക്ക് മുതലേ തുടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഡ്രസ്സ് അണിഞ്ഞിരുന്നുകൊണ്ട് അവർക്ക് വല്ല ക്ഷീണമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ആവിയൊക്കെ ഇടുന്നുണ്ട്, ഉറക്കം വന്നെന്നാണ് തോന്നുന്നു അവർക്കൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ 10 മണിയായപ്പം കൃത്യം പരിപാടി തീർന്ന്. അപ്പം ഞങ്ങളും ഈ പരിപാടി തീരുന്നത് വരെ അവിടെ ഇരുന്നു. പിന്നീട് കുറച്ച് നേരം അതുവഴി വീണ്ടും നടന്നു. മാമൻ അവിടെ ഇരിക്കാൻ വിടുന്നില്ല. അപ്പം അവൻ്റെ സ്റ്റാളിൽ തന്നെയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ. നേരെ അവൻ വലിച്ച് വീണ്ടും സ്റ്റാളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചും വീണ്ടും പരിപാടിയുടെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പം പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നു. കുട്ടികളൊക്കെ ഫാൻസി ഡ്രസ്സ് ഇട്ട് അണിഞ്ഞ കുട്ടികളൊക്കെ നിരന്ന് ഫോട്ടോ എടുത്തു. അപ്പം അവരൊക്കെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞാടെ പിന്നെ ഇവർ രണ്ടുപേരെയും പിടിച്ചാൽ കിട്ടുന്നില്ല. അവർ നേരെ സ്റ്റേജിലേക്ക് ചാടി കയറി. പിന്നെ അവിടുന്ന് അവർക്കാവുന്ന വിധം അവർ ഡാൻസൊക്കെ ചെയ്തു കേട്ടോ, നന്നായിട്ട്. പിന്നെ ഹർഷമോളെ പിടിച്ച് വലിച്ചിട്ട് കരയിച്ചിട്ട് വേണം കൊണ്ടുപോയത്. അപ്പോൾ അവൾക്ക് അവിടുന്ന് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവർ നന്നായിട്ട് പരിപാടിയൊക്കെ ആസ്വദിച്ച് ക്ഷയിക്കാനൊക്കെ കൊടുക്കുന്നൊരു പരിപാടി അവതരിപ്പിച്ച് കുട്ടിക്ക്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്മമാരും കുറച്ച് പുറത്തുനിന്ന് നല്ല ഡാൻസൊക്കെ ചെയ്തു. നല്ല ഡാൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് ഞങ്ങൾ തുള്ളി കളിച്ച് അങ്ങനെ പരിപാടി ഗംഭീരാക്കി. അപ്പം നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇതുപോലെ പോകണം സന്ധ്യ ആകുമ്പം തന്നെ. അപ്പം 5-6 ദിവസത്തേക്ക് നല്ല ആഘോഷമാണ് ഇവിടെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം നാളത്തെ വിശേഷമായി നാളെ വരാം.